എനിക്ക് ടീച്ചർമാരോട് ആദരവാണ്. അക്ഷരം പറഞ്ഞു തരുന്നവരോട് ആദരവല്ലാതെ മറ്റൊന്നും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരല്ല നമ്മൾ. എനിക്ക് അമ്മമാരോട് സ്നേഹമാണ്, എനിക്ക് അമ്മമാരോട് ബഹുമാനമാണ്. എൻ്റെ പാലക്കാട്ടെ അമ്മമാർ, ഞാൻ അമ്മമാരോട് പറയുമ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ മുമ്പിൽ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ കല്യാണം കഴിച്ച എൻ്റെ പ്രിയ പത്നിയുടെ ഉമ്മ ഈ വേദിയിൽ എന്നോടൊപ്പം വന്നിരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. എനിക്ക് ഉമ്മമാരോടും എനിക്കും നിങ്ങൾക്കും ഒക്കെ ആദരവും സ്നേഹമാണ്. ടീച്ചറോടും സ്നേഹമാണ്, അമ്മമാരോടും സ്നേഹമാണ്. ടീച്ചറമ്മമാരോടും നമുക്ക് സ്നേഹം തന്നെയാണ്. പക്ഷെ വടകരയുടെ ടീച്ചറമ്മ ആരാണ്? വടകരയുടെ ടീച്ചറമ്മ ആരാണ്? എനിക്ക് ഉറച്ചു പറയാൻ കഴിയും വടകരയുടെ ടീച്ചറമ്മ ആരാണ്. ചൊക്ലിയിലല്ലേ ചേച്ചി? കുന്നുമ്മലല്ലേ? ചൊക്ലിയിലെ കുന്നുമ്മൽ LP സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ചൊക്ലിയിലെ കുന്നുമ്മലെ LP സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർക്ക് ഒരു മകനുണ്ടായിരുന്നു. ചൊക്ലിയിലെ കുന്നുമ്മലെ LP സ്കൂളിൽ പഠിച്ചിരുന്ന ടീച്ചർ ആ മകന്റെ അമ്മയുമായിരുന്നു. ആ അമ്മക്ക് പ്രായം ചെല്ലുന്തോറും ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ആ അമ്മക്ക് പ്രായമേറുന്തോറും മറ്റൊരു കണ്ണിന്റെ കാഴ്ച പകുതിയും നഷ്ടപ്പെട്ടിരുന്നു. കാഴ്ച നഷ്ടപ്പെട്ട പ്രായമായ അമ്മയുടെ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ഒരു മകനുണ്ടായിരുന്നു. പ്രായമേറുന്തോറും പ്രയാസം വരുമ്പോൾ എല്ലാ തിരക്കുകൾക്കിടയിലും, രാഷ്ട്രീയമായ എല്ലാ വെല്ലുവിളികൾക്കിടയിലും, എല്ലാ പ്രയാസങ്ങൾക്കിടയിലും, എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും ആ അമ്മയുടെ ചാര ഓടിയെത്താൻ മടിക്കാത്ത, മറക്കാത്ത ഒരു മകൻ ടീച്ചർ അമ്മയ്ക്കുണ്ടായിരുന്നു. പത്മിനി എന്ന് പറയുന്ന ആ ടീച്ചർ, പത്മിനി എന്ന് പറയുന്ന ആ അമ്മ അവസാനം ഒരു അറിയിപ്പ് ആ അമ്മക്ക് കിട്ടിയിട്ടുണ്ട്. ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് തന്റെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് ആ മകൻ കൊല്ലപ്പെട്ടത് ഒരു ആക്സിഡന്റിലാണ് എന്നുള്ളതാണ്. ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട മകന്റെ മൃതദേഹം കാത്തിരുന്ന അമ്മയുടെ മുമ്പിലേക്കാണ് ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടേക്ക് കടന്നു വന്നതെങ്കിൽ ആ അമ്മ പിന്നെയാണ് അറിയുന്നത്, എന്റെ മകൻ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടതല്ല, എന്റെ മകനെ കൊന്നതാണ്. എന്റെ മകനെ കൊല്ലാൻ CPIM എന്ന പാർട്ടി ഉത്തരവിട്ടതാണ്. എന്റെ മകനെ കൊല്ലാൻ കൊടിസുനിമാരെ പോലുള്ള ക്രിമിനലുകൾ അവിടെ കാത്തുകെട്ടിക്കിടന്ന് പ്ലാൻ ചെയ്ത് മർഡറാണ് എന്ന അമ്മ അറിഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത വേദനയിൽ നീറിക്കൊണ്ടിരിക്കുമ്പോ മൃതദേഹം അവസാനം ആ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നപ്പോ അവിടെ കടത്തിയ മൃതദേഹം കാഴ്ച പരിമിതിയുള്ള ആ കണ്ണുകൊണ്ട് കണ്ടിട്ട് മനസ്സിലാവാതെ അവിടെ കിടത്തിയിരിക്കുന്ന മൃതദേഹത്തിൽ കൈയൊന്ന് ഓടിച്ചപ്പോ മുഖത്ത് പാടുകൾ തൊട്ടിട്ട് എന്റെ മകനല്ല എന്ന കൈപ്പിൻ വലിച്ച പത്മിനി അമ്മയാണ് ഈ വടകരയുടെ ടീച്ചറമ്മ എന്ന് ആർക്കാണ് അറിയാത്തത്? ആർക്കാണ് ബോധ്യം വരാത്തത്? ഞാൻ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കൊടിസുനിമാരുടെ സംരക്ഷകന്മാർക്കും കുഞ്ഞനന്ദന്മാരുടെ ആരാധകർക്കും വടകരയുടെ മണ്ണിൽ ഇടമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ആ തെളിവ്. കഴിഞ്ഞ ദിവസം AK ബാലൻ എന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞ തെളിവ്. സുരേഷ് ബാബു ആരോപണം ഉന്നയിച്ച, അധിക്ഷേപിച്ച സുരേഷ് ബാബുവിന്റെ കയ്യിലുണ്ടെന്ന് ഈ പറയുന്ന AK ബാലൻ പറഞ്ഞ ആ തെളിവ് ഇതാണ്. ആ തെളിവ് നമ്മൾ പുറത്തുവിടുകയാണ്. ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള തെളിവ്. അയാളെ വ്യക്തിഹത്യ ചെയ്യുവാൻ, അയാളെ വർഗീയവാദിയാക്കുവാൻ, അയാളെ പെണ്ണുപിടിയനാക്കുവാൻ, അയാളെ തേജോവധം ചെയ്യുവാൻ, അയാളെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാൻ ഉള്ള ആ ആയുധം എന്ന് പറയുന്നത് ഇതാണ് ഷാഫി ചെയ്ത തെറ്റ്, ഇതാണ് ഷാഫി ചെയ്ത അപരാധം, ഇതാണ് ഷാഫി പറമ്പിൽ ചെയ്ത ഏറ്റവും വലിയ പൊറുക്കാനാവാത്ത പാതകം എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ കണ്ട വീഡിയോ ഏതാണ്ട് 1-1.5 വർഷം മുമ്പുള്ളതാണ്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പാലക്കാടിന്റെ MLA വടകരയുടെ MP ആയി മാറുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് വടകരയിൽ ചെന്നിറങ്ങിയിട്ട് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗമാണ്. വടകരക്കാരുടെ എല്ലാവിധ നെഞ്ചിടിപ്പുകളെയും അവരുടെ ഹൃദയ താളങ്ങളെയും ഒക്കെ മാറ്റിയെഴുതിയ, ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയ ആ പ്രസംഗം. ഇതാണ് EN സുരേഷ് ബാബു പറഞ്ഞ ആരോപണങ്ങളല്ല, അധിക്ഷേപങ്ങളുടെ ആ ബാലൻ പറഞ്ഞ, സുരേഷ് ബാബുവിന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ ആ തെളിവ് ഇതാണ്.
സഖാക്കളെ എല്ലാവരെയും വല്ലാതെ അങ്ങ് ഭയപ്പെടുത്തിയ, സഖാക്കളെ എല്ലാവരെയും വല്ലാതെ അങ്ങ് രോഷം കൊള്ളിച്ച, സഖാക്കളെ എന്ന് പറയാൻ കഴിയില്ല കേട്ടോ, അവിടെയും ചില തിരുത്തലുകൾ ആവശ്യമുണ്ട്. കാരണം വടകരയുടെ മണ്ണിൽ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്തവർ യഥാർത്ഥ സഖാക്കളായിരുന്നു. വടകരയുടെ മണ്ണിൽ ഷാഫി പറമ്പിൽ പിന്തുണ അർപ്പിച്ചവർ യഥാർത്ഥ സഖാക്കളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ സഖാക്കളല്ല കേട്ടോ, അത് അന്തംകമ്മികൾ, ക്രിമിനൽ കൂട്ടങ്ങൾ, ചെന്നായ്ക്കൾ, വേട്ടനായ്ക്കൾ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള അന്തംകമ്മികളാണ്. സഖാക്കൾ എന്ന പേരിന്റെ അർത്ഥം, ആ അർത്ഥം, അതിന്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊള്ളുന്ന സഖാക്കൾ എന്ന് പറഞ്ഞാൽ അവർ ഷാഫി പറമ്പിലായിരുന്നു വോട്ട് ചെയ്തത് വടകരയുടെ മണ്ണിൽ. ആ സഖാക്കളുടെ ഹൃദയത്തിന്റെ താളമിടിപ്പ് ഒരു നിമിഷം കൊണ്ട് മാറ്റിമറിച്ച പ്രസംഗമാണ് ഇത്. ഇത് നിങ്ങൾ ഇവിടെ ഒന്ന് കാണേണ്ടതുണ്ട്. ഇത് നിങ്ങളെ കാണിക്കാതെ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു പ്രസംഗത്തിന്റെ പേരിൽ, ഈ ഒരു വരവിന്റെ പേരിലാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ ഒരു യുവജന നേതാവിനെ 13 വർഷക്കാലം സംഘ് പരിവാറിന് കേരളത്തിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള പാലക്കാടിന്റെ മണ്ണിൽ 13 വർഷക്കാലം നീണ്ട 13 വർഷക്കാലം അവിടുത്തെ ജനപ്രതിനിധിയായിരുന്ന MLA അഗ്രഹാരങ്ങളിലും പാലക്കാട്ടെ അഗ്രഹാരങ്ങളിൽ ഇത്രയധികം ജനസമ്മതിയുള്ള മറ്റൊരു നേതാവിനെ കണ്ടിട്ടില്ല. അവിടെ ഷാഫി പറമ്പിലിനെ അവർ ഷാഫി പറമ്പിലായിട്ട് മാത്രമേ കണ്ടുള്ളൂ. അയാളുടെ മതമോ, അയാളുടെ പേരിന്റെ അർത്ഥമോ, അയാളുടെ വിശ്വാസമോ, അയാളുടെ കുടുംബമോ ഒന്നും അഗ്രഹാരത്തിലുള്ളവരും എന്തിന് അയാളുടെ രാഷ്ട്രീയ എതിരാളികളായ പാലക്കാട്ടെ സംഘപരിവാറുകാർ പോലും ചികഞ്ഞില്ല. ബട്ട് വടകരയുടെ മണ്ണിലെത്തിയപ്പോ ഈ പറയുന്ന അന്തംകമ്മികൾ, ഈ പറയുന്ന ക്രിമിനൽ കൂട്ടങ്ങൾ, കൊടിസിനിയും മുഹമ്മദ് ഷാഫിയും അടങ്ങുന്ന ഈ TP ചന്ദ്രശേഖരനെ വെട്ടി വീഴ്ത്താൻ ഇന്നോവയിൽ വന്നുകൊണ്ട് ആ ഇന്നോവക്ക് പുറകിൽ മാഷാ അല്ലാ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച ആ ക്രിമിനൽ കൂട്ടങ്ങളുടെ ഇടയിലേക്ക് ഈ പറയുന്ന ഷാഫി പറമ്പിൽ ചെന്നിറങ്ങിയ ദിവസം നടത്തിയ പ്രസംഗം, അതാണ് എല്ലാവരെയും വളരെയധികം ആകുലരാക്കിയത്. എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അന്തംകമ്മികളെ, ഈ പറയുന്ന സൈബർ തെമ്മാടികളെ, ഈ പറയുന്ന ക്രിമിനലുകളെ, ഈ സുരേഷ് ബാബു അടങ്ങുന്ന ഈ ചെറ്റകളെ ഒക്കെ ഇത്രയധികം ആകുലരാക്കുകയും രോഷാകുലരാക്കുകയും ചെയ്ത ആ ഒരു പ്രസംഗമാണിത്. ഇതാണ് ഷാഫി പറമ്പിലിനെതിരെയുള്ള തെളിവ്. അയാളെ തേജോവധം ചെയ്യണം, അയാളെ അധിക്ഷേപിക്കണം, അയാളെ ഇല്ലായ്മ ചെയ്യണം, അയാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അയാളെ കൊത്തിക്കീറണം സൈബർ ഇടങ്ങളിൽ. എന്തിനു വേണ്ടി? ഇതാണ് അവരുടെ കയ്യിലുള്ള തെളിവ്. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു തെളിവുകളില്ല. ഇതാണ് ഷാഫി പറമ്പിൽ ചെയ്ത ഏറ്റവും വലിയ പാതകം. ഷാഫി പറമ്പിൽ ചെയ്ത പൊറുക്കാൻ കഴിയാത്ത, മറക്കാൻ കഴിയാത്ത, ക്ഷമിക്കാൻ കഴിയാത്ത, സഖാക്കളുടെ ഉറക്കം കെടുത്തിയ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ യുവജന നേതാവ്, അയാൾ അങ്ങനെ വളർന്ന് പന്തലിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്നത് കാണുമ്പോൾ ഏതൊരുത്തരും സ്വാഭാവികമായിട്ട് അസൂയയുണ്ടാകും, ദേഷ്യമുണ്ടാകും, പകയുണ്ടാകും, അയാളെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തണമെന്നുള്ള ആഗ്രഹമുണ്ടാകും, ഒക്കെ ഉണ്ടാവും. ബട്ട് അത് മുന്നിൽ നിൽക്കുന്ന വ്യക്തി ബാഹുബലിയല്ല പിന്നിൽ നിന്ന് കട്ടപ്പ വന്ന് കുത്താൻ. ഇത് മുന്നിൽ നിൽക്കുന്ന വ്യക്തി ഷാഫി പറമ്പിലാണ്. നിങ്ങൾ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചാൽ ആ കുത്ത് അയാൾക്ക് ഏൽക്കില്ല എന്നുള്ളതാണ്. വടകരയുടെ മണ്ണിൽ നിങ്ങളുടെ ടീച്ചറമ്മ സ്വപ്നം കണ്ട എല്ലാ സ്വപ്നങ്ങളെയും തകർത്തെറിഞ്ഞ ഷാഫി പറമ്പിൽ. വടകരയുടെ മണ്ണിൽ നിങ്ങളുടെ ടീച്ചറമ്മ പലതും സ്വപ്നം കണ്ടപ്പോ സോറി പറഞ്ഞു വരുമ്പോ അത് കോമഡി ആവും. ലോക്സഭ ചേരുന്ന ദിവസം ഞാൻ അങ്ങ് ഡൽഹിയിലും, അതല്ലാത്ത സമയങ്ങളൊക്കെ ഞാൻ വടകരയിലും ഉണ്ടാവും. എന്താലേ സ്വപ്നം. ആ സ്വപ്നങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞ ഉശിരുള്ള നട്ടലുള്ള വാഴപ്പിണ്ടിയല്ലാത്ത നിലപാടുകളുടെ രാജകുമാരൻ, ആ രാജകുമാരനെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിക്കുന്ന
സുരേഷ് ബാബുവിനെ പോലെയുള്ള ചെറ്റകളുടെ കയ്യിലുള്ള തെളിവുകൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിൽ ഇവരുടെ കണ്ണിലെ ഉണ്ണിയാണ്, ഇവരുടെ കണ്ണിലെ കരടാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇവരുടെ എല്ലാ കണക്കുകൂട്ടലുകളും പിഴപ്പിച്ച എന്തിന് വാർത്താ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ വടകരയിൽ ശൈലജ ടീച്ചർ വിജയിക്കുമെന്നായിരുന്നു നമ്മുടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ വന്ന സർവേ ഫലങ്ങൾ. ആ സർവേ ഫലങ്ങളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കി അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ ഷാഫി പറമ്പിൽ പിന്നെ എങ്ങനെ ഇവരുടെ കണ്ണിലെ കരടാവാതിരിക്കും? അല്ലേ? അതാണ് ഷാഫി പറമ്പിലിനെതിരെ ഇവരെ ഇത്രയേറെ അസ്വസ്ഥരാക്കുന്നത്, ഇവരെ ഇത്രയേറെ രോഷാകുലരാക്കുന്നത്. ഇവരുടെ ഉള്ളിലുള്ള പകയും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ അയാൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് പ്രയോഗിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന്റെ പുറത്ത് കാത്തിരുന്നു. ഇത്രയും കാലം കാത്തിരുന്നിട്ടും ഒന്നും ചികഞ്ഞ് പുറത്തു കൊണ്ടുവരാൻ കഴിയാതെ വരുമ്പോ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത് പച്ച നുണകളാണ്, ശുദ്ധ തെമ്മാടിത്തരങ്ങളാണ്. നിങ്ങൾക്ക് തെറ്റി സഖാക്കളെ, സോറി അന്തം കമ്മികളെ. സഖാക്കളെ നിറ്റങ്ങളെ വിളിക്കാൻ പറ്റില്ല. ഇവറ്റകളെ സഖാക്കൾ എന്ന് വിളിക്കാൻ കഴിയില്ല. ഇവറ്റകളെ അന്തം കമ്മികൾ എന്ന് വിളിക്കാം, തെമ്മാടികൾ എന്ന് വിളിക്കാം, ചെറ്റകൾ എന്ന് വിളിക്കാം. ആ ചെറ്റകൾക്ക് തെറ്റിയിരിക്കുന്നു. കാരണം ഇപ്പുറത്ത് നിൽക്കുന്നത് അത് നിങ്ങളുടെ ചൂണ്ടയിൽ കൊത്താൻ നിങ്ങൾക്ക് അതിൽ മാത്രമുള്ള ചൂണ്ട നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങളുടെ കയ്യിലില്ലാത്ത ചൂണ്ട, ആ നിങ്ങളുടെ കയ്യിലില്ലാത്ത ചൂണ്ടയിൽ എങ്ങനെ ഷാഫി പറമ്പിലിനെ കുരുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോ ഇതാണ് ഷാഫി പറമ്പിൽ ചെയ്ത ഏറ്റവും വലിയ പാതകം. ഷാഫി പറമ്പിൽ ചെയ്ത പൊറുക്കാൻ കഴിയാത്ത തെറ്റ്, സഖാക്കളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ച ഏറ്റവും വലിയ തെറ്റ് അത് ഇതാണ്.